അടുത്ത ആള്. ഹലോ, നമസ്കാരം, പറയൂ. എനിക്ക് ഉള്ളൊരു ഡൗട്ട്, ഈ മുഹമ്മദ് നബിക്ക് ഈ അതായത് ഇസ്ലാം മതം ക്രിസ്തു മതത്തിന്റെയും ജൂത മതത്തിന്റെയും പിന്തുടർച്ചയായിട്ടാണ് വന്നത്. അതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഒന്ന് ക്ലാരിറ്റി പറഞ്ഞുതരാമോ? ഓക്കെ, ഒരു മിനിറ്റ്. ഞാനിപ്പോൾ 12ാം ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഒന്ന് നഴ്സറി സ്റ്റാൻഡേർഡിലെ ആ പുസ്തകം ഒന്ന് തുറന്നോട്ടെ. ഓക്കെ, ഇത് ഇസ്ലാമിലെ നഴ്സറി ലെവലിലുള്ള ചോദ്യമാണിത്. ഓക്കെ, ഞാൻ നിങ്ങളെ മോശം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒറ്റ വാക്കി പറഞ്ഞാൽ പിന്തുടർച്ചയാണ്. യെസ്, പിന്തുടർച്ചയാണ് ആണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ആണോ അല്ലയോ എന്നുള്ളത് അതിന്റെ വസ്തുത, അത് വേറെ വിഷയം. അത് ജൂതന്മാർ അംഗീകരിക്കില്ല. അതിന് വേറെ റൂട്ടില്ല. അതിന് വേറെ റൂട്ടില്ല. ഇല്ല. ഇനി അടുത്ത ഒരു ചോദ്യം, ദൈവത്തെ പുള്ളി കണ്ടു എന്ന് പറയുന്നു. ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. കുതിരപ്പുറത്ത് പോയി ആണ് കണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് ഉള്ളതാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്, 7ാം ആകാശത്ത് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഇല്യൂഷൻ ഉള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്യൂഷൻ, അതെ, ഒരു ഇല്യൂഷനാണ്. ഇല്യൂഷൻ അല്ല. ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തെ കണ്ടിട്ട് അത് വേറൊരു സാധനം പോലെ തോന്നുന്നതിനാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയാം. ഇത് ഡെല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ആവാനേ കൂടുതൽ സാധ്യതയുള്ളൂ. ഇത് കഞ്ചാവ് പിടിച്ച് കിടന്ന് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന തോന്നൽ, അതാണ് കൂടുതൽ. ഇതൊരു ഹാലൂസിനേഷൻ ആവാനേ സാധ്യതയുള്ളൂ. അല്ല, ഇല്യൂഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഒന്നിനെ മറ്റൊന്നായി തോന്നല്. അതെ, അത് ഓൾറെഡി ഉള്ള സാധനത്തെ പറയുമ്പോ നമുക്ക് ഈ നമ്മുടെ ഭാരതത്തിന്റെ ഇത് വെച്ചിട്ട് ഏത് അല്ല, കൃത്യമായിട്ടും ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും, നമ്മുടെ ബോധത്തിലൂടെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് അതിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞാനത് ഒരു ചോദ്യം ചോദിച്ചത്. കാരണം ഇപ്പം ദൈവത്തെ കാണുന്നു എന്ന് പറയുന്നത്, ഇപ്പൊ അമ്പലമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. അമ്പലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ജസ്റ്റ് പ്രതീകമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബോധത്തിലാണ് ആ ദൈവം ഇരിക്കുന്നത്, അല്ല മറ്റൊന്നും ഇല്ല എന്നാണ് ഹിന്ദുവിന്റെ ആത്യന്തികമായിട്ട് പറയുന്നത്. അപ്പം ഹിന്ദുയിസത്തില് എല്ലാരിലും ഇരിക്കുന്നത് ആ ദൈവത്തിന്റെ ചൈതന്യമാണെന്നാണ് ഹിന്ദുവിന്റെ ഒരു സംസ്കാരം. പക്ഷെ ഈ മതത്തിൽ മറ്റുള്ളവരെ വെറുക്കാൻ, ആ മതത്തിൽ വിശ്വസിക്കാത്തവരെ വെറുക്കാനാണ് മതം പഠിപ്പിക്കുന്നത്. ഈ ഹിന്ദു മതത്തിൽ തന്നെയല്ലേ ഈ പറയുന്ന എന്താ പറയാ, നമ്മളുടെ ഈ ജാതി വ്യവസ്ഥിതി, അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത്? അല്ല, ഹിന്ദു മതത്തിലാണ് ജാതി വ്യവസ്ഥ ഉള്ളത്, ശരിയാണ്. അവിടെയും ഒരു വെറുപ്പിന്റെ എലമെന്റ് ഇല്ലേ? അല്ലല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിന്ദു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതത്തിലുള്ള മതം എന്നാണ് അതിനർത്ഥം. ഭാരതത്തിലുണ്ടായിട്ടുള്ള ദർശനങ്ങൾ, ദാർശനികമായിട്ടുള്ള മതത്തിന്റെ ഭാഗമല്ലേ ജാതി വ്യവസ്ഥിതി. അത് ഞാൻ പറയാം. അത് ഒരിക്കലും എന്താണ് ഒരു ഹിന്ദു മതത്തിന്റെ ഒരു ഭാഗമേ അല്ല. കാരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പായലൊക്കെ പിടിക്കൂലേ, അഴുക്കടിയൂലേ, അഴുക്ക് പോലെ ഓരോന്നും എന്താണ് സമൂഹത്തിൽ കുറെ പ്രാന്തന്മാര് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ലോകത്തും ഉണ്ടാവാറുണ്ട്. അപ്പം ആ മതത്തിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത ഒരു സംഭവമാണ് ഈ ജാതി കാര്യങ്ങളൊക്കെ. എന്നുവെച്ചാൽ ഈ മോശം കാര്യമൊന്നും ഹിന്ദു മതത്തിലുള്ളതല്ല, നല്ല കാര്യമൊക്കെ ഹിന്ദു മതത്തിലുള്ളതാണ്. എങ്ങനെ മോശം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹിന്ദു മതത്തിലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്നും ഹിന്ദു മതത്തിലുള്ളതല്ല. നല്ലത് എന്തെങ്കിലും ഹിന്ദു മതത്തിലുള്ളതുണ്ടെങ്കിൽ അതൊക്കെ ഹിന്ദു മതത്തിലുള്ളതാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, നിങ്ങൾ നമ്മളിവിടെ എടുക്കുന്ന പണി എന്താണ്? ഈ ഇസ്ലാമിലെ വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ പറയുന്നത്. അതെന്താണ് ആ കാരണം? കേൾക്കൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആ കാരണം? അതായത് പോയിന്റ് നമ്പർ 1, മതങ്ങൾ മൊത്തത്തിൽ കുഴപ്പക്കാരാണ്. 1. 2, നിങ്ങളൊന്ന് കേൾക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ മുഴുവൻ, എന്നിട്ട് പ്രതികരിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്പർ 1, എല്ലാ മതങ്ങളും കണക്കാണ്, എല്ലാ മതങ്ങളും കുഴപ്പക്കാരാണ്. പോയിന്റ് നമ്പർ 2, ഈ മതങ്ങളിൽ ചില മതങ്ങൾ കൂടുതൽ പ്രശ്നമാണ്. പോയിന്റ് നമ്പർ 3, ഈ പറയുന്ന പ്രശ്നം കൂടുതലുള്ള മതം, ഒരു പേ പിടിച്ച മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്.
പോയിന്റ് നമ്പർ 4, എന്തുകൊണ്ട് മറ്റു മതങ്ങൾ അതുപോലെ പേ പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, അതിനകത്ത് സ്ക്രിപ്ചറൽ ബാക്കിംഗ് അത് ഇസ്ലാമിൽ ഉള്ളതുപോലെ ഇല്ലാത്തതുകൊണ്ടും, 2, അതിനകത്തൊരു റിഫോർമേഷനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 സംഗതികൾ ഉള്ള മറ്റു മതങ്ങൾ പരിഷ്കരിക്കപ്പെട്ടും മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിലെ പ്രശ്നങ്ങൾ മാറ്റി അവർ നല്ല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടുന്നത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനടുത്ത് ഇവിടെ വിമർശിക്കുന്നത്. ആ ഗ്യാപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഈ ഹിന്ദു മതത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി വരരുത്. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഹിന്ദു മതത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നും ആ പ്രശ്നങ്ങൾ മറികടന്ന് മുന്നോട്ട് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവിടെയുള്ള ഹിന്ദുക്കളെന്നും തിരിച്ചറിയുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ വന്നിട്ട് നിങ്ങൾ ഈ ഹിന്ദു മതത്തിന്റെ മേന്മ പറയാൻ നിൽക്കരുത്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ജാതി വ്യവസ്ഥിതിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് കൊടുത്ത് ആ പറയുന്ന താഴ്ന്ന ജാതിക്കാരെയൊക്കെ ഈ ഉയർന്ന ജാതിക്കാർ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അയിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ഇപ്പൊ ഈ അടുത്ത ദിവസം കൂടി കണ്ടല്ലോ തമിഴ്നാട്ടിൽ നമ്മൾ വായിച്ച വാർത്ത എന്താണ്, ഈ പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ അമ്പലത്തിൽ കയറ്റില്ല. ഇവിടെ നിങ്ങൾ കേൾക്കൂ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാം. അതാ പറയുന്നത്, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞല്ലേ, പറയുന്നത് കേൾക്കൂ. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ഗ്യാപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഹിന്ദു മതത്തിനെ വിളിപ്പിക്കാൻ വേണ്ടി വരരുത്. അതാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതം ഇല്ല. എന്നാ പിന്നെ വണ്ടി വിടൂ, വണ്ടി വിടൂ. അത് നിങ്ങൾ ആദ്യം തീരുമാനമാക്കൂ, സനാതന ധർമ്മമാണോ ഹിന്ദു മതമാണെന്നൊക്കെ ആദ്യം തീരുമാനമാക്കിയിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ തീരുമാനമാക്കിയിട്ട് വരൂ. അത് എന്റെ അടുത്ത് പറയണ്ട, അത് നിങ്ങൾ ആദ്യം തീരുമാനമാക്കൂ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഏതാ മതം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് മതം എന്നാ പറയാറ്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ മതം ഏതാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാനല്ലല്ലോ രേഖപ്പെടുത്തി. ആരായാലും നിങ്ങളുടെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ എന്താ രേഖപ്പെടുത്തി കൊടുത്തത്? നിങ്ങളുടെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ മതം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് രേഖപ്പെടുത്തി കൊടുത്തത്? ഞാനാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ എന്താണ് രേഖപ്പെടുത്തിയത് മതം ചോദിച്ചപ്പോ? നില്ല്. മതം കൊടുത്തിട്ടില്ല. ഹിന്ദു അല്ല. ഇല്ല, ഹിന്ദു അല്ല, കൊടുത്തില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താ കിടക്കുന്നത്? എന്താണത്? എന്റെ രക്ഷകർത്താക്കൾ വെച്ചിട്ടുള്ളതുണ്ട്. എന്താണത്? ഏതാണെന്ന് പറയൂ. അത് ഹിന്ദു എന്ന് തന്നെയാണ് വെച്ചത്. അപ്പൊ അത് മതം അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഹിന്ദു എന്ന് എഴുതിയത് അവര്? അപ്പൊ നിങ്ങളുടെ രക്ഷകർത്താക്കൾ എന്താ മണ്ടന്മാരാണോ? നിങ്ങളുടെ രക്ഷകർത്താക്കൾ എന്താ മണ്ടന്മാരായിരുന്നോ? ആയിരുന്നു. മണ്ടന്മാരായിരുന്നു. അത് പറയാനുള്ള ആദ്യം എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നമുള്ളത്? അതന്നെയല്ലേ ഞാനും പറഞ്ഞു, എല്ലാ മതങ്ങളും കണക്കാണ്, ഇതുപോലെ കുറെ മണ്ടന്മാരും ഇവിടെ ഉണ്ട്. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞുള്ളൂ. അത് ഞാൻ അതിന് നിങ്ങളോട് തർക്കമില്ലെന്നേ. പിന്നെ എന്തിനാണ് വെറുതെ ഇവിടെ കിടന്നിട്ട് ഹിന്ദു മതത്തെ വെളുപ്പിക്കുന്നത്, സനാതന ധർമ്മത്തെ വെളുപ്പിക്കാൻ നിൽക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാണ് ഈ വിശ്വാസത്തെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്നത്? അല്ല, വിശ്വാസം എന്ന് പറയാൻ വിശ്വാസമല്ലെന്നേ. പിന്നെ ഹിന്ദു മതം എന്ന് പറയുന്നത് വിശ്വാസമല്ല. പിന്നെ എന്താണ്? സയൻസ് പോലെ റിയൽ ആണ്. എന്ത് സയൻസ് പോലെ റിയൽ? അത് ശിവനും അയ്യപ്പനും ഗണപതിയും ഒന്നും ഉള്ള സംഭവമല്ല. പിന്നെ എന്താണ്? നിങ്ങൾ സത്യമാണോ അതിന്റെ ഉണ്മ ആണ്. എന്തിന്റെ ഉണ്മ? ഉണ്മയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്താ നിങ്ങളുടെ കുട്ടിയുടെ മതം ചോദിച്ചപ്പോ നിങ്ങൾ നില്ല് കൊടുത്ത എന്താ? അത് പറഞ്ഞേക്ക, അത് അങ്ങനെ ഒരു മതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അതിര് കെട്ടിവിട്ട് വേർതിരിക്കുന്നതാണ് മതം എന്ന് പറയുമ്പോൾ. അതിര് കെട്ടി വേർതിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള മതം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ ഒരു മതം, ശൂദ്രൻ ഒരു മതം, വൈശ്യൻ ഒരു മതം, അങ്ങനെയാണോ അപ്പൊ മതം വരുന്നത്? അല്ല, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മത്തെ അതായത് സ്വയം തന്നെ അറിയുന്നവരാണ് ബ്രാഹ്മണൻ. അപ്പൊ എന്താ ഈ ശൂദ്രൻ ആ വകുപ്പില്ലേ? അപ്പൊ ശൂദ്രൻ ആ വകുപ്പില്ലേ? അപ്പൊ ശൂദ്രൻ ഈ പറയുന്ന വഴി കൂടെ നടന്നു വരുമ്പോ എന്തിനാ ഈ ബ്രാഹ്മണൻ കാണുമ്പോ നടന്ന് വഴി മാറി പോകാൻ പറയണ എന്തിനാ? അല്ലല്ല, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയല്ലേ, വന്നുകൂടിയ എന്താണ്? എവിടുന്ന് വന്നുകൂടി? ഏത് അറേബ്യന്ന് വന്നുകൂടിയോ? എന്താ പ്രേതം വല്ലതും ആണോ വന്നുകൂടാൻ? ഇവിടുന്ന് വന്ന മാലിന്യമാണ്. എവിടുന്ന് വന്ന മാലിന്യം? ഏറ്റക്കുറച്ചിലുണ്ട്. എവിടെ വന്ന മാലിന്യം? സംസ്കാരം, നമ്മുടെ ആൾക്കാരുടെ സംസ്കാരത്തിൽ നിന്നുണ്ടായ മാലിന്യങ്ങളാണ്. അതിനെ മാറ്റുന്നുണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെ മാറ്റിയ ഒരു സാധനത്തിന് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന സാധനത്തിന് വെളുപ്പിക്കാൻ നിൽക്കുന്നത്? എന്തിനാണ്? അതാ ഞാൻ ചോദിക്കണേ. വെളുപ്പിക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ വെളുപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ അത് വെച്ചിട്ട് പോകൂ. അതന്നെയല്ലേ ഞാനും പറയണത്, വെളുപ്പിക്കേണ്ട കാര്യമില്ല. ആത്മീയത എന്ന് പറയുന്ന ഒരാള് ആത്മീയത എന്ന് പറയുന്ന സാധനം പേരിടാത്ത മദ്യം, സ്വന്തം വാറ്റിയ മദ്യം, അത്രേ ഉള്ളൂ.
ഓക്കെ, അതങ്ങനെ വേണം നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾക്ക് പറയാന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ ഈ പറയുന്ന ബാക്കിയുള്ള ദൈവങ്ങളെയൊക്കെ തള്ളിയിട്ട് നിങ്ങൾ വേറൊരു ദൈവത്തെ കൊണ്ടുവെക്കുന്നു, ദൈവസങ്കല്പത്തെ കൊണ്ടുവെക്കുന്നു. ഇന്നല്ല ചാർവാകന്മാര് വന്നത്, 10,000 വർഷം മുമ്പേ ചാർവാകന്മാരുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഭാരതം. സോ വാട്ട്, അത് ചെയ്തു എന്നല്ല, അതുകൊണ്ടല്ലേ നമ്മൾ ആ മതത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കാത്തത്. അത് ഞാൻ പറഞ്ഞല്ലേ. ഇന്ന് നിങ്ങളും കൂടെ കുറെ നിരീശ്വരവാദികൾ മാത്രമല്ല, പണ്ടേ ഉണ്ട് നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം ഉണ്ടല്ലോ. ഇല്ലാന്ന് ആരോടെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ പേപ്പട്ടി മതം എന്ന് വിളിക്കാത്തത്. അതുകൊണ്ടാണ് ഇത്തരം നമ്മുടെ മതം മാത്രമേ ശരിയുള്ളൂ, മറ്റൊന്നും തെറ്റ്. അവിടെയാണ് പ്രശ്നം, കോൺഫ്ലിക്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഹിന്ദുവും മുസ്ലിം തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ഇതേ നിങ്ങൾ വീണ്ടും പഴയ സ്ക്വയറിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ല എന്ന് നിങ്ങൾ ഇവിടെ പറയുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന ബ്രാഹ്മണനും ശൂദ്രനും തമ്മിൽ വ്യത്യാസമില്ലേ സുഹൃത്തെ? അതാദ്യം നിങ്ങൾ പരിഹരിക്കൂ. അതെന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? അതെല്ലാം അന്ധമായ വിശ്വാസമല്ലേ? അന്ധമായ വിശ്വാസോ? അത് ഈ മതത്തിന്റെ ഇതിന്റെ കീഴിൽ തന്നെ വരുന്ന കാര്യങ്ങളല്ലേ? യാഥാർത്ഥ്യമായിട്ട് ഒന്നുമില്ലല്ലോ. യാഥാസ്ഥിതികമായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശൂദ്രന്റെ ചെവിയിൽ ഈയം ഒഴിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെന്തിനാ? അത് ഒരു ഭ്രാന്തൻ എന്ത് ചെയ്തു മനുസ്മൃതിയിൽ എഴുതി വെച്ചെന്നും പറഞ്ഞിട്ട് അത് ഹിന്ദുക്കൾ ചുമക്കുന്നുണ്ടോ? എല്ലാവരും ചുമക്കുന്നുണ്ടോ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ മതത്തെ വലിയ തോതിൽ വിമർശിക്കാൻ വരാത്തത്. ഇത് പേപ്പട്ടി മതം നമ്മൾ വിളിക്കാത്ത ഇതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ വന്ന് നിന്നിട്ട് നിങ്ങൾ ഈ മതത്തിൽ ഈ പറയുന്ന മറ്റു മതങ്ങളോട് ഒരു എതിർപ്പില്ല എന്ന് കാണിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ ഒളിപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നത് നിങ്ങളുടെ സ്വമതത്തിനകത്തുള്ള വിശ്വാസികൾ തമ്മിൽ കാണിക്കുന്ന അയിത്തവും ഈ ജാതിപരമായ വിവേചനത്തെയാണ് നിങ്ങൾ അവിടെ ഒളിപ്പിക്കാൻ നോക്കുന്നത്. ഈ ബ്രാഹ്മണനും ശൂദ്രനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ പറയുന്ന വിശ്വാസികൾ ഈ ജാതീയത വേർതിരിപ്പ് കാണിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന കുത്തിക്കഴപ്പുകൾ നമ്മളിവിടെ കാണാതിരിക്കുന്നില്ല. ഇതിന്റെ പേരിൽ ആളുകളോട് തല്ലിക്കൊല്ലുന്നു. ദളിതന്മാരോട് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ അതാദ്യം നിങ്ങൾ അഡ്രസ് ചെയ്യൂ. എന്നിട്ടാവട്ടെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മതം മുന്തിയതാണെന്ന് പറയുന്ന പണി എടുക്കുന്നത്. ഓക്കെ, അതിവിടെ നമുക്ക് അനുവദിക്കാനാവില്ല. അപ്പോ ശരി, പറഞ്ഞ മാതിരി നിങ്ങൾ ആദ്യം നിങ്ങളുടെ മതം ഏതാണെന്ന് തീരുമാനിക്കും. ഒരു ലോകത്തുള്ള ഒരു ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ഒരു കക്ഷിയായിട്ട് ഒരുമിച്ച് വിട്ടു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. അതിലാണ് മനുഷ്യര്. ഇത് നിങ്ങൾക്ക് എന്താ ഇപ്പൊ ശൂദ്രന്റെ വഴി വരുമ്പോ അത് മാറി നടക്കാൻ പറയണത് ഇത്ര വലിയ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ? അത് പറഞ്ഞേക്ക അന്ധമായ ജാതി പ്രാന്തം. അത് ശരി. അപ്പൊ അതായത് നിങ്ങൾ പറയുന്നത് എന്റെ മതം ഇങ്ങനെയല്ല എന്ന് എങ്ങനെയാണോ നമ്മളെ കോയമാര് പറയുന്നത് അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യണത്? എന്ന് വെച്ചാൽ എന്തെങ്കിലും ചീത്ത കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ മതത്തിലുള്ള അല്ല എന്ന് പറയും. ബോംബ് പറയുന്നത് തക്ബീർ വിളിച്ച് വെടിവെക്കുന്ന കാണിക്കുമ്പോൾ പറയും അത് നമ്മുടെ മതത്തിലുള്ളതാണ്. ആ പരിപ്പ് നിങ്ങൾ കൈവച്ചാൽ മതി. ഓക്കെ, ആ പരിപ്പ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ആ പരിപ്പ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ആ പരിപ്പ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, ബൈ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.